നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. തലസ്ഥാനം ഫിലിം ഫെസ്റ്റിവലിന്റെ ആഘോഷ ലഹരിയിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഞാനിപ്പോ ഫിലിം ഫെസ്റ്റിവലില് ഒരു ഡെലിഗേറ്റ് ആയിട്ടൊന്നും പോവാറില്ല. ആലോചന യോഗത്തിന് വിളിച്ചു പോയി. 22 പഴയകാല നടിമാരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നിശാഗന്ധിയിൽ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു പോയി. മിനിഞ്ഞാന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ ഫെസ്റ്റിവൽ ഡെലിഗേറ്റ്സിനുള്ള ഡിന്നറിന് ഒരു ക്ഷണക്കത്ത് കൊണ്ടുവന്നു പോയി. പക്ഷേ എല്ലാ ദിവസവും ടാഗോർ തിയേറ്ററിൽ ചെന്ന് സിനിമാ സുഹൃത്തുക്കളെ ഒരുപാട് പേരെ കാണാറുണ്ട് അവിടെ വെച്ച്. അവരുമായിട്ടൊക്കെ കുറേ നേരം ഇരുന്ന് കുശലമൊക്കെ പറഞ്ഞ് പഴയകാല കഥകളുമൊക്കെ അയവിറക്കി ഫിലിം ഫെസ്റ്റിവൽ നഗരിയിൽ നടക്കുന്ന യുവതലമുറയുടെ എന്താ പറയാ ശരിയും തെറ്റുകളും ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിങ്ങനെ നടക്കുകയാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. സത്യത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഒരു 30 വർഷം കഴിഞ്ഞ് ജനിച്ചാൽ മതിയായിരുന്നു. നമ്മുടെയൊന്നും കാലത്തില്ലാത്ത ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ, സൗഹൃദങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫെസ്റ്റിവൽ നഗരിയിൽ. ഇടയ്ക്ക് മിക്കവാറും എല്ലാ ദിവസവും അക്കാഡമിയുടെ ചെയർമാൻ പ്രേംകുമാറിനെ കാണാറുണ്ട്. കുറേ നേരം അദ്ദേഹവുമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. ഇന്ന് ഞാനും ഇന്ദ്രൻസ് ജയനും പ്രേംകുമാറുമായിട്ട് കുറേ നേരം സംസാരിച്ചു. മാക്ടയുടെ പവലിയനിൽ നിന്ന്. പായൽ കബാഡിയുടെ പടം ഇന്ന് കാണിക്കുകയാണ്. ഭയങ്കര തിരക്കവിടെ. അതിലെന്തോ അല്പം ഒരു സെക്സിന്റെ എന്തോ ഒരു ബിറ്റുണ്ട്. 2-3 മിനിറ്റ് നീണ്ടിരിക്കുന്ന 30 സെക്കൻഡ് നീണ്ടിരിക്കുന്ന എന്തോ ഒരു ബിറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്ക്. മെനിഞ്ഞാന്ന് കാണിച്ചൊരു പടം ബ്ലൂ ഫിലിം കാസറ്റ് കണ്ടതുപോലെയാണെന്നാണ് അത് കണ്ട ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞത്. തിയേറ്ററിലിരുന്ന് കാണാൻ നാണം തോന്നുന്നു ചേട്ടാ. ബ്ലൂ ഫിലിം കണ്ട പോലെ ഇരിക്കുന്നു. ഇങ്ങനെ സമ്മിശ്രമായ ഒരുപാട് പ്രതികരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പഴയകാല സിനിമാക്കാരെ കാണാൻ പറ്റും. ഇനി 3 ദിവസം കൂടിയുണ്ട്. അതിനിടയിലാണ് ടാഗോർ തിയേറ്ററിൽ നിന്ന് സമയമുണ്ടാക്കി വൈകിയ വേളയിൽ രാത്രി വന്നത് ഷൂട്ട് ചെയ്യുന്നത്. ഫെസ്റ്റിവലുകൾ ഉണ്ടാകട്ടെ. സന്തോഷപ്രദമായ എന്താ പറയാ പുരോഗമനപരമായ ഒരുപാട് ഫെസ്റ്റിവലുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഫെസ്റ്റിവലിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാം. കുറേ കാര്യങ്ങൾ രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട്. അതിന്റെ വീഡിയോ കിട്ടുന്ന മുറയ്ക്ക് ഒരു എപ്പിസോഡ് ചെയ്യാം. നമസ്കാരം. രാമൻ നമ്പ്യത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ, യേശുദാസിനെ കൊണ്ട് ആദ്യമായിട്ട് പാടിച്ച രാമൻ നമ്പ്യത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ, സിനിമാ പ്രേക്ഷകർക്ക് അധികം പരിചിതനല്ലാത്ത AR രാജൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ സ്റ്റോറി ചെയ്യുന്നത്. എന്റെ നല്ല പരിചയക്കാരനായിരുന്നു. ഫിലിം നൈറ്റ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിന്റെ തിരുവനന്തപുരം ലേഖകനായി പോയ കാലം മുതൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 വർഷത്തെ പരിചയമുണ്ടായിരുന്ന ആളാണ്. മരിക്കുന്നത് ഒരു നല്ല സുഹൃത്തുക്കളായിരുന്നു. നല്ല ഞാൻ ചേട്ടാ രാജേട്ടാ എന്നാണ് വിളിച്ചിരുന്നത്. ഗുഡ് നൈറ്റ് മോഹന്റെ സിനിമകളുടെ മുഴുവൻ ചുമതലക്കാരനായിരുന്നു. അപ്പൊ അറിയാലോ എങ്ങനെയായിരുന്നിരിക്കും രാജേട്ടൻ. കുറച്ചു കാലം JC സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. നീ എത്ര ധന്യ, ഇവിടെ എല്ലാവർക്കും സുഖമൊക്കെ രാജേട്ടനായിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയെ അടക്കി വാണു എന്ന് പറയാം. കാരണം 50 കോടി രൂപ ടേൺ ഓവർ വരുന്ന ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ മലയാള സിനിമയുടെ ചുമതലക്കാരനായിരുന്നു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ആ രാജേട്ടനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒട്ടും അതിശയോക്തിയില്ലാതെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഒരു മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും തകർച്ചയും പരാജയവും ദുഃഖവും സങ്കടവും ഒക്കെയുള്ള കഥയാണ് ഞാനിന്ന് പറയുന്നത്. വടക്കം പരവൂര് നമ്മുടെ PD സതീശന്റെ നിയോജക മണ്ഡലമായ വടക്കം പരവൂരാണ് സ്വദേശിയാണ് AR രാജൻ. വടക്കം പരവൂരിലെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്റ്റോർ AR രാജന്റെ അച്ഛൻ്റെതായിരുന്നു. 2 സഹോദരിമാർ. അദ്ദേഹത്തിന് അച്ഛന് പ്രായമേറിയപ്പോൾ മകൻ രാജൻ വളർന്നപ്പോൾ മെഡിക്കൽ ഷോപ്പ് മകന് കൈമാറി അച്ഛൻ. പക്ഷേ മെഡിക്കൽ സ്റ്റോർ കൈമാറി. പക്ഷെ എന്ത് പറ്റിയെന്നാൽ മരുന്ന് കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് AR രാജൻ കൊച്ചിയിലും മദ്രാസിലും പോയി സിനിമ കണ്ടും സിനിമാക്കാരെ കണ്ടും ലാവിഷായി ആ പൈസ മുഴുവൻ അടിച്ചു തീർത്തു. അങ്ങനെ വടക്കം പരവൂരിലെ മെഡിക്കൽ ഷോപ്പിന്റെ കഥ കഴിച്ചു എന്ന് പറയണ്ടല്ലോ. മകന്റെ ഉഴപ്പൻ ജീവിതം നേരെയാവാൻ വേണ്ടി അച്ഛൻ
മരിക്കുന്നതിന് മുമ്പ് എ.ആർ. രാജനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിച്ചു. അതിൽ 2 പെൺമക്കളുണ്ടായി. മൂത്തയാള് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപകനോടൊപ്പം വിവാഹപ്രായം കഴിഞ്ഞ ശേഷം ഇറങ്ങിപ്പോയി. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് പാവം യൂട്രസ് ക്യാൻസറോ എന്തോ വന്ന് ആ കുട്ടി മരിച്ചു. ഇളയ മകളും ഭാര്യയും പാലക്കാട്ട് എവിടെയോ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് അവരോട് സംസാരിക്കാനുള്ള നല്ല ശ്രമങ്ങൾ ഞാൻ നടത്തി നോക്കി. അവരുടെ പരിചിതരായ ആൾക്കാരെയൊക്കെ വിളിച്ച് ഏറെക്കുറെയൊക്കെ സംസാരിച്ച് നോക്കി. ആർക്കും അറിയില്ല എ.ആർ. രാജൻ എന്ന് പറഞ്ഞ രാജേട്ടന്റെ ഭാര്യയും മകളും പാലക്കാട്ട് എവിടെ ജീവിക്കുന്നു. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലെ അംഗത്വം ഉള്ളയാളായിരുന്നു മരിക്കുമ്പോൾ രാജേട്ടൻ. അവകാശിയായ ആള് ആരെയാണോ വെച്ചിരുന്നത് അവകാശി മിക്കവാറും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരായിരിക്കും കൊടുത്തത്. അവർക്ക് പകുതി പെൻഷൻ കിട്ടും. മരിച്ചാൽ 25,000 രൂപ കിട്ടും. ഇതൊന്നും വാങ്ങാൻ ആരും വരാതെ പോയി എന്നുള്ളിടത്താണ് രാജേട്ടനെ കുറിച്ച് ഒരു വിവരവും അന്വേഷിച്ച് കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത്. എ.ആർ. രാജന്റെ സന്തത സഹചാരിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ശിഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഒരു അനുജനായിരുന്നു ഫോട്ടോഗ്രാഫറും സംവിധായകനും ഒക്കെ ആയ ബെന്നി ആശംസ. ബെന്നിയോട് രാജേട്ടന്റെ നല്ല കോ 4 നല്ല ഫോട്ടോകൾ സംഘടിപ്പിച്ച് തരാമോ എന്ന് ഞാൻ തിരക്കി. ബെന്നിയുടെ കൈവശം ഉണ്ടായിരുന്ന നെഗറ്റീവുകളെല്ലാം നശിച്ചുപോയി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ. ബെന്നി പരവൂരിലെ രാജേട്ടന്റെ സഹോദരിയുടെ വീട്ടിൽ ആദ്യം വിളിച്ചു. പിന്നെ നേരിട്ട് ചെന്ന് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത്, ബെന്നി, നിങ്ങളെ ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് മാത്രം പറയുകയാണ്. ആങ്ങളയുടെ ഫോട്ടോയ്ക്കോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയോ മകളുടെയോ ഫോൺ നമ്പറിനോ മേലാൽ ഇവിടെ വരരുത്, അതൊന്നും ഇവിടെ കിട്ടില്ല എന്ന് തീർത്തു പറഞ്ഞു. ഞാൻ ബോംബെയിൽ ഗുഡ് നൈറ്റ് മോഹൻ സാറിനെ വിളിച്ചു. ദിനേശേ, രാജന്റെ ഒരു പടം പോലും എൻ്റെ പക്കലില്ല. മോളുടെ വിവാഹ ആൽബങ്ങളിലോ ഡിവിഡിയിലോ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ. 35 വർഷക്കാലം മലയാള സിനിമയുടെ ഭാഗമായിരുന്ന ഒരാളാണ് എ.ആർ. രാജൻ. 15 വർഷം ഗുഡ് നൈറ്റ് എന്ന നിർമ്മാണ സ്ഥാപനത്തെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയ ആളായിരുന്നു എ.ആർ. രാജൻ. സൂപ്പർ താരങ്ങൾക്കും പേരെടുത്ത സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ലക്ഷങ്ങൾ വാരിക്കോരി ഗുഡ് നൈറ്റിന്റെ പൈസ അഡ്വാൻസ് കൊടുത്തു. ഞാനാണ് ഗുഡ് നൈറ്റ് എന്ന അഹങ്കാരത്തിൽ ജീവിച്ച ആളായിരുന്നു രാജേട്ടൻ. ഒരു നല്ല ഫോട്ടോ പോലും മിച്ചം വയ്ക്കാതെ അദ്ദേഹം യാത്ര പറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പതനം എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എനിക്കറിയാം, ഒരുപാട് പേര് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള എനിക്കറിയാം, ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. രാജേട്ടന് ഒരു മോശ സമയം വന്ന പല ഗുഡ് നൈറ്റ് സിനിമാ നിർമ്മാണം നിർത്തിയപ്പോൾ അനാഥനായി പോയ രാജേട്ടനെ ഈ അഡ്വാൻസ് വാങ്ങിയവർ അതിന്റെ 10% വെച്ച് തിരിച്ചു കൊടുത്തിരുന്നെങ്കിലും ആ മനുഷ്യൻ നന്നായി ജീവിച്ചെന്നെ. എനിക്ക് രാജേട്ടനെ ഞാൻ ആദ്യമായി കണ്ടത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. സിനിമയിൽ സംവിധാന സഹായിയായി ഒരു തുടക്കത്തിനായിട്ട് ഞാൻ അലയുന്ന കാലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം ശാന്തുള്ള ദിനേശൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സിനിമാക്കാർ എന്നല്ല, സിനിമാക്കാരെ പരിചയമുണ്ടെന്ന് തോന്നിയവർക്ക് പോലും കത്തയക്കാനും ചെന്ന് കണ്ട് സഹായം ചോദിക്കാനും മടിയില്ലാത്ത ആളായിരുന്നു അന്ന് ദിനേശ്. എൻ്റെ ഒരു അകന്ന ബന്ധുവായ ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിന് അനുജൻ ഗോപകുമാർ എൻ്റെ വീട്ടിൻ്റെ ശാന്തിവിളയിൽ എൻ്റെ വീട്ടിൻ്റെ നേരെ എതിർവശത്താണ്. എൻ്റെ ബന്ധുക്കളാണ്. ഇവർ രണ്ടുപേരും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ലാബിൽ തുടക്കകാലത്ത് ജോലി കിട്ടിയവരാണ്. മെരിലാൻഡിലെ ഒരു കത്തോ എന്തോ കൊടുത്തിട്ട്, അന്ന് ലാബിന്റെ പണിയെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എങ്ങനെ ഒപ്പിച്ചു, മെരിലാൻഡിന്റെ ഒരു ശുപാർശ കത്തും ഒക്കെ ആയിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്ത ആളിനെ എനിക്കറിയാം. അന്ന് ലാബ് ചീഫ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന സുധീറാണ്. സുധീറിന്റെ കീഴിലാണ് ശിവൻകുട്ടി എന്ന, ഞാൻ ശിവേണ്ണ എന്ന് വിളിക്കുന്ന ആളും, ഗോപൻ, എന്നെക്കാളും ഇളയതാണ് ഗോപന് വർക്ക് ചെയ്തു. എൻ്റെ സിനിമാ ഭ്രാന്ത് ശിവേണ്ണന് നന്നായിട്ട് അറിയാം. നീ ചിത്രാഞ്ജലിയിൽ വാ, പറ്റിയ ആരെങ്കിലുമൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് ശിവേണ്ണൻ എന്നോട് പറഞ്ഞു. 10 രൂപ കൈ കിട്ടിയാൽ, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അതിശയം തോന്നുന്നു, 10 രൂപ കൈ കിട്ടിയാൽ ഞാൻ ശാന്തിവിളയിൽ നിന്ന് ബസ് കയറി നേരെ കിഴക്കേക്കോട്ട ഇറങ്ങും. കിഴക്കേക്കോട്ടയിൽ നിന്ന് കോവളത്തോ പാച്ചല്ലൂരോ ഒക്കെ പോകുന്ന, കാർഷിക കോളേജിലൊക്കെ പോകുന്ന, പനങ്ങോടൊക്കെ പോകുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി തിരുവല്ലത്ത് ഇറങ്ങിയിട്ട് തിരുവല്ലം കുന്നു മുഴുവൻ നടന്ന് കയറി പോകുമായിരുന്നു. എന്നിട്ട് നേരെ ലാബിൽ ചെല്ലും. പുതിയ പുതിയ സിനിമകളുടെ പ്രിന്റ് എടുക്കുന്നതും അത് മൂവികളിലിട്ട് ചെക്ക് ചെയ്യുന്നതും കളർ പ്രോസസ്സിംഗ് ക്യാമറാമാനോടൊപ്പം ഇരുന്ന് നടത്തുന്നിടത്തും ഒക്കെ യഥേഷ്ടം കയറി ഇറങ്ങുമായിരുന്നു ആ കാലത്ത് ഞാൻ.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗ്രേഡിങ് നടക്കുന്നിടത്തൊക്കെ ഇരുട്ട് മുറിക്കകത്ത് ഞാൻ പുറകെ പോയി അസിസ്റ്റന്റ് ഡയറക്ടർ നിൽക്കുമ്പോലും നിൽക്കും. വലിയ സംവിധായകർ ഗ്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ സുധീറാണ് ചീഫ്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. അന്നും ഇന്നും എനിക്ക് സുധീർജിയെ ഇഷ്ടമാണ്. 10, 40 വർഷം മുമ്പ് ചിത്രാഞ്ജലിയിൽ ശിവയണ്ണൻ പരിചയപ്പെടുത്തിയ അപ്പോഴുള്ള സ്നേഹം ഇന്നും ലാബ് ചീഫായ സുധീറിനോട് എനിക്കുമുണ്ട്, എന്നോടുമുണ്ട്. എൻ്റെ ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ ചാനൽ പ്രോഗ്രാമുകൾ കാണുകയും എന്നെ നേരിൽ കാണുമ്പോൾ അഭിപ്രായം പറയാൻ ഒട്ടും മടിക്കാത്ത ആളുമാണ് സുധീർ. അങ്ങനെ ഒരു നാള് ചിത്രാഞ്ജലിയിൽ ലാഭിച്ചത് സദാകാലത്ത് തോളിലൊരു തുണിസഞ്ചിയും തൂക്കി ഞാൻ നടന്നിരുന്നത് അങ്ങനെയായിരുന്നു ആ കാലത്ത്. ഞാൻ ആ സഞ്ചിയും മടിയിൽ വെച്ച് ലാബിന്റെ റിസപ്ഷനിൽ ഏതെങ്കിലും ഒരു സിനിമാക്കാരനെ പരിചയപ്പെടാൻ കഴിയുന്നതും ആഗ്രഹിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നേരെ എതിർവശത്താണ് എഡിറ്റിംഗ് റൂം. എഡിറ്റിംഗ് റൂമിന്റെ ഗ്ലാസ് ഡോറ് തുറന്ന് 4 പേര് പുറത്തേക്ക് നടന്നു വന്നു. ഒരാളെ എനിക്ക് മനസ്സിലായി. നടനായി തുടങ്ങി സംവിധായകനായി മാറിയ എൻ്റെ ജേസി സാറായിരുന്നു അത്. ഞാൻ ആദ്യമായിട്ട് ജേസി സാറിനെ ജീവനോടെ കാണുകയാണ്. പിന്നീട് മനസ്സിലായി അദ്ദേഹത്തോടൊപ്പം നടക്കുന്ന ആ പൊക്കം കുറഞ്ഞ ആള് ഹരിഹരപുത്രൻ എന്ന എഡിറ്ററാണ്, അല്ലെങ്കിൽ കെ.പി. പുത്രൻ എന്ന് പറഞ്ഞ എഡിറ്ററാണ്. ഒരാള് സംവിധാന സഹായി ആയിരിക്കാം പുറകെ വരുന്നത്. മുന്നേ നടക്കുന്ന ആള് ഉറപ്പായും നിർമ്മാതാവാകണം. അയാളുടെ ഗമയും പത്രാസും നല്ല കാണാൻ നല്ല ആഢ്യത്വമുള്ള ഒരാള്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു അത് നിർമ്മാതാവാണ്. നല്ല തൂവള്ള വടി പോലെ ഇരിക്കുന്ന ഉടുപ്പ്, കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി തെറുത്തി കയറ്റിയിട്ട് തൂവെള്ളയിലുള്ള എന്താ പറയാ വലിയ കരയുള്ള വയലറ്റ് കരയുള്ള ഒരു വീതി കൂടിയ കരയുള്ള മുണ്ടുടുത്ത ആളാണ് ഈ മുന്നേ നടന്നു വരുന്നത്. തലമുടിയിലാണെങ്കിൽ ഒരു 1/4 കിലോ വെളിച്ചെണ്ണ തേച്ച് പടി പോലെ ചീകി വച്ചിട്ടുണ്ട്. നല്ല കട്ടി മീശ, വാ നിറച്ചു മീശയാണ്. ദേഹത്ത് കാണാവുന്നിടത്തെല്ലാം രോമാവൃതമാണ്. മുടി ഇങ്ങനെ സമ്പന്നമായി വളർന്നു കിടക്കും. പോക്കറ്റില് ഹീറോയുടെ അക്കാലത്തെ ഹീറോ പേനയാണല്ലോ, അതിന്റെ ഗോൾഡ് പേന കുത്തിയിട്ടുണ്ട്. നിർമ്മാതാവ് തന്നെ എന്ന് ഞാൻ ഉറപ്പിച്ചു. റഫ് എഡിറ്റ് ചെയ്ത പ്രശസ്തമായ ONV കുറുപ്പ് സാർ എഴുതി ദേവരാജ മാഷ് സംഗീതം നൽകി മാധുര്യമ്മ പാടിയ ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനെ ഒരു പൂവിന്റെ ജന്മം കൊതിച്ചു എന്നുള്ള നീയത്ര ധന്യയിലെ പാട്ടുണ്ടല്ലോ, യേശു സാർ സംവിധാനം ചെയ്ത പാട്ട്. ആ പാട്ടിന്റെ ആ ടൈറ്റിൽ സോങ് എഡിറ്റ് ചെയ്തത് കാണാനായിട്ട് എഡിറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി പടിക്കെട്ടിറങ്ങി താഴേക്ക് പോവുകയാണ് തിയേറ്ററിലേക്ക്. അപ്പോൾ അവിടെയാണ് പ്രിവ്യൂവും ഇപ്പൊ സെൻസർ ബോർഡിന്റെ പടങ്ങൾ കാണലും ഒക്കെ ഒരു കാലത്ത് ചിത്രാഞ്ജലിയിലെ ഈ തിയേറ്ററിലായിരുന്നു, ഭൂമിക്കടിയിലുള്ള തിയേറ്ററിലെ ആ പടിക്കെട്ടിറങ്ങി 4 പേരും താഴേക്ക് പോയി. വാതിലടഞ്ഞു. അകത്ത് മാധുര്യമ്മ പാടുന്നത് ഈ പൂവിനെ സ്നേഹിച്ച നീ ഇത്ര തന്നെയിലെ ആ പാട്ട് പുറത്ത് കേൾക്കാം. ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ റേഡിയോ കേൾക്കും പോലെ കേട്ടോണ്ടിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കേട്ടു. അപ്പൊ 2ാമത്തെ പ്രാവശ്യം വീണ്ടും ഇട്ട് കാണുകയാണെന്ന് മനസ്സിലായി. വാതിൽ തുറന്നു. 3 പേരും താഴേക്ക് പോയ അതേ സ്പീഡിൽ തന്നെ പടികൾ കയറി മേളിലേക്ക് വന്നു. പക്ഷെ താഴേക്ക് പോയപ്പോൾ പോലെയല്ല, മേളിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടോ ഞാൻ എണീറ്റ് നിന്നു സീറ്റിൽ നിന്ന്. പക്ഷെ നമ്മളെ നോക്കുന്നൊന്നുമില്ല ജേസൺ സാർ. അദ്ദേഹം പടിക്കെട്ട് കയറി ഈ വരുന്ന ഹരിഹരപുത്രനോടും പുറകെ വരുന്ന ശിഷ്യനാണെന്ന് എനിക്ക് തോന്നിയ ആളിനോട് സംസാരിച്ചുകൊണ്ട് പടിക്കെട്ട് കയറി തിരിച്ച് വീണ്ടും എഡിറ്റിംഗ് റൂമിലേക്ക് പോയി. ആരെയും ശ്രദ്ധിക്കാതെ ജേസി സാറും പിന്നാലെ 2 പേരും എഡിറ്റിങ്ങിലേക്ക് കയറി. 4ാമൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രൊഡ്യൂസർ, അദ്ദേഹം തിയേറ്ററിന്റെ പുറത്ത് വന്നിട്ട് സിഗരറ്റ് കത്തിച്ച് വലിച്ച് ചിന്നാമഗ്നായി നിൽക്കുന്നു. ഇങ്ങനെ പുക വിട്ടോണ്ടേയിരിക്കുന്നു സിഗരറ്റ് വലിച്ച്. ആരും ശ്രദ്ധിക്കുന്നില്ല പുള്ളി. കക്ഷിക്ക് പാട്ട് ചിത്രീകരിച്ചത് ഇഷ്ടമായില്ലേ എന്ന് തോന്നും അദ്ദേഹത്തിന്റെ ആലോചന കാണും. പടം തിയേറ്ററിൽ എത്തിക്കാൻ ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹം ആലോചിക്കുകയാണെന്നും തോന്നാം. ഇതൊക്കെ ചിന്തിച്ച് പുകവലിച്ച് ഊതി വിടുകയാണ് കക്ഷി. ഇതിനിടയിൽ ആരൊക്കെയോ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് കൈ കൊടുക്കുന്നുണ്ട്, നിർമ്മാതാവ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ തന്നെ നോക്കിയിരുന്നു. നമ്മൾ നോക്കിയിരുന്നു പോവും, അങ്ങനത്തെ ഒരു രൂപമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് ജേസി സാറിന്റെ സഹസംവിധായകൻ AR രാജനാണ് അദ്ദേഹം, അല്ലാതെ നിർമ്മാതാവല്ല. കാരണം നിർമ്മാതാവ് ഏഞ്ചൽ ഫിലിംസിന്റെ MD ജോർജാണ്. അദ്ദേഹം വന്നിട്ടില്ല. ഇത് AR രാജനാണ്. ജേസി സാറിന്റെയും KP പുത്രന്റെയും കൂടെ പോയ ആള് പിന്നീട് സംവിധായകനായി മാറിയ സിദ്ദിഖ് ഷമീർ എന്ന് പറഞ്ഞ സംവിധാന സഹായിയാണ്. മൂവരും പോയി എഡിറ്റിംഗ് തുടങ്ങിയപ്പോഴും അതിലൊന്നും ചിന്തിക്കാതെ AR രാജൻ എന്ന സഹസംവിധായകൻ സിഗരറ്റ് വലിച്ചും കുശലം പറഞ്ഞും തിയേറ്ററിൽ മുന്നിൽ കറങ്ങി നടക്കുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു.
ജേസി സാറും അന്വേഷിക്കുന്നില്ല എന്റെ അസോസിയേറ്റ് എവിടെയെന്ന്. ഇവിടെ എല്ലാവർക്കും സുഖം എന്ന് പറഞ്ഞ സിനിമയിലും ജേസി സാറിന്റെ സിനിമയിലും മോഹൻലാൽ അഭിനയിച്ച സിനിമയിലും രാജേട്ടനായിരുന്നു അസോസിയേറ്റ്. ഞാൻ ജേസി സാറിന്റെ ശിഷ്യനായ ശേഷം ഇവിടെ എല്ലാവർക്കും സുഖത്തിന്റെ ഒരു കഥ ജേസി സാർ എനിക്ക് പറഞ്ഞു. 8½ ദിവസമാണ് മോഹൻലാൽ ആ പടത്തിന് കൊടുത്ത ഡേറ്റ്. വെറും 8½ ദിവസം. 8½ ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം അമേരിക്കയ്ക്ക് പറക്കുകയാണ്. എന്തോ ഷോയ്ക്കോ എന്തിനോ പോവാണ്. ഷൂട്ടിങ്ങിനോ എന്തിനോ പോവാണ്. അപ്പൊ ഈ 8½ ദിവസം കൊണ്ട് മോഹൻലാലിന്റെ മുഴുവൻ പോർഷനും എടുത്ത് തീർക്കണം. അങ്ങനെ 8 ദിവസത്തെ ഷൂട്ടിംഗ് ഭംഗിയായിട്ട് കഴിഞ്ഞു. നാളെ ഉച്ചവരെ മോഹൻലാലുണ്ട്. അപ്പൊ ഉച്ചയ്ക്കുള്ളിൽ അതിലിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു സീൻ എടുത്ത് മോഹൻലാലിനെ പറഞ്ഞു വിടണം. 11നോ 12നോ വിടണം. അത് കഴിഞ്ഞ് അദ്ദേഹം കൊച്ചിക്ക് പോകും. അവിടുന്നാണ് പറക്കുന്നത് അമേരിക്കയ്ക്ക്. അപ്പൊ തലേദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോ തന്നെ പറഞ്ഞു, നാളത്തെ നമ്മുടെ സീനിലെ പ്രധാനപ്പെട്ട സെറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പാവയാണ്. ഇവിടെ എല്ലാവർക്കും സുഖം ഒന്നുകൂടെ കാണാമെങ്കിൽ നിങ്ങൾ നോക്കൂ. അപ്പോ ഈ പാവ ആർട്ട് ഡയറക്ടർ കൊണ്ടുവരും ഉറപ്പാണ്. പക്ഷെ അതൊന്നും വേണ്ട രാജൻ വാങ്ങി റൂമിൽ വയ്ക്കുമെന്ന് ജേസി സാർ പറഞ്ഞു. രാജൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. എല്ലാം പാവയൊക്കെ വാങ്ങിച്ചു വെച്ചു. എല്ലാവരും കിടന്ന് ഉറങ്ങി. അതിരാവിലെ എണീറ്റ് എല്ലാവരും 10 20 കിലോമീറ്ററിനപ്പുറത്താണ് ഷൂട്ടിംഗ്. എല്ലാവരും രാവിലെ ലൊക്കേഷനിലേക്ക് പോയി. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ആണെങ്കിൽ പോലും രാജേട്ടൻ ജേസി സാറിന്റെ കാറിൽ കൂടെ പോവുള്ളൂ. അതാണ് ഈ പ്രൊഡ്യൂസർ എന്ന് നമുക്ക് തോന്നണേ. എല്ലാവരും ലൊക്കേഷനിൽ ചെന്നിറങ്ങി. ലൈറ്റപ്പ് ഒക്കെ ചെയ്തു. മോഹൻലാൽ വന്നു. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഷോട്ടിന് സമയമായി. രാജേട്ടൻ ഡയലോഗൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ടേക്കിന് സമയത്ത് ജേസി സാർ പറഞ്ഞ രാജാ പാവം കൊടുക്ക്. രാജേട്ടൻ അടുത്ത് നിന്ന സിദ്ദിഖ് ഷമീറിനോട് ചോദിച്ചു പാവം കൊടുക്ക്. സിദ്ദിഖ് ഷമീർ ആർട്ട് ഡയറക്ടറോട് പറഞ്ഞു പാവം കൊടുക്ക്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാവം കൊടുക്കാൻ പറയാ. പാവ AR രാജന്റെ റൂമിലിരിക്കുക. ശ്മശാന മൂകതയായി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഒരു 10 22 കിലോമീറ്റർ തിരിച്ച് ഓടിച്ചെന്ന് ഹോട്ടലിൽ ചെന്ന് റൂമിൽ ചെന്ന് പാവ എടുത്തുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യാനുള്ള സമയമില്ല. 22 ഇങ്ങോട്ട് ഓടണം, 22 അങ്ങോട്ട് ഓടണം. ആകെ പ്രശ്നമായി. ഒന്നും സംഭവിക്കാത്ത പോലെ മോഹൻലാൽ ചോദിച്ചു സാർ ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെ രാജേട്ടന്റെ ശ്രദ്ധക്കുറവുണ്ട്. അദ്ദേഹം വാങ്ങി വെച്ച പാവ ബെഡ്റൂമിൽ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ചിട്ടാണ് ലൊക്കേഷനിൽ വന്നത്. അത്രയും ഉത്തരവാദിത്വമില്ലാതെ ഒരു ജീവിതം സീരിയസ് അല്ലാതെ കൊണ്ടു നടന്ന ഒരാളായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ എല്ലാവർക്കും സുഖം എന്ന് പറഞ്ഞ സിനിമയിലെ പാവ കഥ. എന്റെ ജേസി സാർ പറഞ്ഞതാണ്. സത്യമായിട്ട് ദിനേശ് എനിക്ക് അന്ന് കൊന്നുകളയാന്ന് തോന്നി രാജനെ. സാറാണെങ്കിൽ ഒരിക്കലും ചൂടാവാത്ത ആളാണ്. പക്ഷേ പിന്നെ 2 മാസക്കാലത്തേക്ക് മോഹൻലാൽ ഇല്ല. എന്നിട്ട് പോലും ആ സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മോഹൻലാൽ വന്ന ശേഷമാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. രാജേട്ടന് അതൊന്നും ഒരു പ്രശ്നമല്ല. ഫിലിം നൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം ലേഖകനായിട്ട് വർക്ക് ചെയ്ത സിനിമ മാസികയുടെ മാനേജിംഗ് എഡിറ്ററായ പ്രദീപ് മേനോന്റെ അടുത്ത സുഹൃത്തായിരുന്നു രാജേട്ടൻ. അപ്പോ ഫിലിം നൈറ്റിന്റെ ഏറ്റവും എളുപ്പക്കാരനായിരുന്നു നടൻ ദേവൻ. അങ്ങനെ പ്രദീപ് മേനോന്റെ ഫിലിം നൈറ്റ് വഴി ദേവനും രാജേട്ടനും നല്ല സുഹൃത്തുക്കളായി. ദേവേട്ടൻ വഴി ഗുഡ് നൈറ്റിലെത്തി. കാരണം ദേവനും ഗുഡ് നൈറ്റ് മോഹൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ്. ഇതാണ് ഓരോ ബന്ധങ്ങളുണ്ടാവുന്നത്. അങ്ങനെ രാജേട്ടൻ ഗുഡ് നൈറ്റിലെത്തി. ബെന്നി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെന്നി ആശംസ നല്ല അടുപ്പക്കാരനായിരുന്നു. ഗുഡ് നൈറ്റ് നിർമ്മിക്കുന്ന ഒരു കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലം എന്ന് പറഞ്ഞ സിനിമയിൽ ബെന്നിയെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വെച്ചു. ബെന്നി പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ലൊക്കേഷനിലെത്തിയപ്പോൾ അവിടെ സുനിൽ ഗുരുവായൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സംവിധായകൻ കമലിനോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്. എനിക്ക് ബെന്നി വർക്ക് ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് സമ്മതമായിരുന്നു ബെന്നി. പക്ഷേ രാജൻ പറഞ്ഞു കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലം പോലുള്ള വലിയൊരു സിനിമയ്ക്കൊന്നും സ്റ്റില്ലെടുക്കാറായില്ല ബെന്നി എന്ന് പറഞ്ഞു. ആലോചിച്ചോണം, കൂടെ നടക്കുന്ന രാജേട്ടനെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ബെന്നിയെ കൂളായിട്ട് കട്ട് ചെയ്ത് വിട്ടു രാജേട്ടൻ. എന്നിട്ട് രാജേട്ടൻ പറയുകയില്ല. പകരം സുനിൽ ഗുരുവായൂരിനെ വെച്ചു. ബെന്നി ചെല്ലുമ്പോൾ കാണുന്നത് വേറെ ആളെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കമല് സമ്മതിച്ചിട്ട് പോലും അടുത്ത അനുജനെ പോലെ സുഹൃത്തിനെ പോലെ അത്രയും അടുപ്പമുണ്ടായിരുന്ന ബെന്നിയെ കട്ട് ചെയ്ത് വിട്ട ആളാണ്. സിനിമ മാസികയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാവർക്കും സുഖം എന്ന് പറഞ്ഞ ജേസി സാറിന്റെ സെറ്റ് കവർ ചെയ്യാനായിട്ട് ബെന്നി ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് രാജേട്ടനെ പരിചയപ്പെടുന്നത്. ആ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണല്ലോ. അവിടെ വെച്ച് ഈ അന്ന് പത്രക്കാർ ചെല്ലുമ്പോൾ 2 3 സീനുകൾ എഴുതി വാങ്ങിക്കും. അങ്ങനെ രാജേട്ടന്റെ സീൻ ചോദിച്ചപ്പോൾ സീനൊന്നും ഇല്ലാന്നെന്തോ പറഞ്ഞ് രാജനും ബെന്നിയായിട്ട് ഉടക്കി. സിനിമ മാസിക വിട്ട് ബെന്നി കോഴിക്കോട്ട് നിന്നുള്ള ഫിലിം നൈറ്റിന്റെ കോട്ടയം ലേഖകനായി മാറി. ഫോട്ടോഗ്രാഫർ കം റിപ്പോർട്ടർ.
ഫിലിം നൈറ്റിൽ ഒരു ദിവസം ബെന്നി കോഴിക്കോട്ട് ചെന്നു. കോഴിക്കോട്ട് ചെന്ന് ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന രംഗം, നിലത്ത് ഈ പേപ്പർ റോൾ ചുരുട്ടി വരുന്ന ഒരു ബ്രൗൺ പേപ്പറിൽ, കട്ടിയുള്ള ബ്രൗൺ പേപ്പർ. ആ ബ്രൗൺ പേപ്പർ വിരിച്ച് ഒരാള് സുഖമായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ ഉറങ്ങും പോലെ ഉറങ്ങുന്നു. ഇയാൾ നോക്കിയപ്പോ ഇവിടെ എല്ലാവർക്കും സുഖത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന എ.ആർ. രാജനാണ്. അപ്പൊ അവിടെ വച്ച് മറ്റേ ഉടക്കിയ ദേഷ്യമൊക്കെ ബെന്നിയുടെ മുഖത്തുണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. അപ്പോ അതൊന്നും പുറത്ത് കാണിച്ചില്ല. ഈ നിൽക്കുന്നവൻ അന്ന് അവിടെ വെച്ച് സെറ്റിൽ വെച്ചിട്ട് ഉടക്കിയതാണെന്ന് രാജേട്ടനും മറന്നു. ബെന്നി അതൊട്ട് പറയാനും പോയില്ല. പക്ഷെ ബെന്നിയുടെ മനസ്സിലുണ്ട്. അപ്പോ അവിടെ രാജേട്ടൻ കൊണ്ടുവന്ന സ്റ്റില്ലെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സുഖത്തിന്റെ ഷൂട്ടിംഗ് പേജ് സെറ്റ് ചെയ്യുകയാണ് ഫിലിം നൈറ്റിൽ. അപ്പോൾ രാജേട്ടൻ പ്രാധാന്യത്തിൽ നിൽക്കുന്ന സ്റ്റിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പേജ് എഡിറ്റ് ചെയ്യുന്ന ആളിന്റെ അടുത്ത് ബെന്നി ഇരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പേജുകൾ സെറ്റ് ചെയ്യുമ്പോൾ ബോധപൂർവം തന്നെ രാജേട്ടനുള്ള ഫ്രെയിമിൽ നിന്ന് രാജേട്ടന്റെ എല്ലാ ഫോട്ടോയും കട്ട് ചെയ്ത് കളഞ്ഞു. രാജേട്ടൻ ഇല്ലാതെ പേജ് സെറ്റ് ചെയ്തു. അന്ന് രാത്രി സിനിമ കാണാനായിട്ട് പ്രതിഭ മേനോനും രാജേട്ടനും ബെന്നി എല്ലാം കൂടെ സിനിമ കാണാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് രാജേട്ടൻ തിരക്കുന്നത്. എടോ, പഴയ വഴക്കുണ്ടല്ലോ ഞാനും താനുമായിട്ടുള്ള, അതൊക്കെ താൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് കിടക്കുകയാണോടോ? ബെന്നിയേട്ടാ അതെന്ത്? അല്ല, നീ എന്റെ ഫോട്ടോ ആ പേജിൽ നിന്നൊക്കെ എന്റെ തല വെട്ടിക്കളഞ്ഞല്ലേ? അവിടെ മുതൽ രാജേട്ടനും ബെന്നിയും ജ്യേഷ്ഠാനുജന്മാരെ പോലെയായി. അവർ മൂവരും മഴവില്ലും എന്ന് പറഞ്ഞൊരു സിനിമ എ.ആർ. രാജൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. അവർ മൂവരും മഴവില്ലും. ഗുഡ് നൈറ്റ് ആണ് നിർമ്മിക്കുന്നത്. സംവിധായകനാണല്ലോ, സഹസംവിധായകനല്ലേ. ദേവൻ, ജയറാം, ശ്രീനിവാസൻ, ഇത്രയും പേരായിരുന്നു ഈ അവർ മൂവരും മഴവില്ലിലെ നായകന്മാർ. പൂജയൊക്കെ നന്നായിട്ട് മദ്രാസിൽ നടത്തി. ബെന്നിയെ ക്ഷണിച്ചു. ബെന്നി ചെന്നു. പക്ഷെ പടം നടന്നില്ല. ഗുഡ് നൈറ്റിന്റെ പൂരം എന്ന് പറഞ്ഞ സിനിമയിലും എ.ആർ. രാജൻ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ വർക്കൊന്നും അറിയില്ല എന്നുള്ളത് അവിടെ വെച്ച് പ്രശ്നമായി. അതിൽ നിന്നും പറഞ്ഞു വിട്ടെന്ന് തോന്നുന്നു. ദേവനും ഗുഡ് നൈറ്റും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരേ നാട്ടുകാരാണ്, തൃശ്ശൂരുകാരാണല്ലോ. ദേവനും എ.ആർ. രാജനും നല്ല സുഹൃത്തുക്കളാണ്. ദേവൻ ഗുഡ് നൈറ്റിനോട് രാജന് വേണ്ടി ശുപാർശ ചെയ്തു. രാജൻ സംവിധാനം ചെയ്യണ്ട, ഗുഡ് നൈറ്റിന്റെ ആളായിക്കോട്ടെ എന്ന് ഗുഡ് നൈറ്റ് മോഹൻ തീരുമാനിച്ചു. അങ്ങനെ ഗുഡ് നൈറ്റിന്റെ എല്ലാമായി മാറി എ.ആർ. രാജൻ. 1750 രൂപയ്ക്ക് അമ്മയുടെ മാല വിറ്റ് വരെ എ.ആർ. രാജനെ സഹായിച്ചിട്ടുള്ള ആളാണ് ബെന്നി ആശംസ. എത്ര ദ്രോഹം ചെയ്താലും എനിക്ക് സിനിമയിൽ ഒരു വഴി തുറന്നു തന്ന ആളാണ് രാജേട്ടൻ എന്നാണ് ഇപ്പോഴും അദ്ദേഹം മരിച്ച ശേഷവും ബെന്നി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. എനിക്ക് രാജേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്റെ ഗുരുനാഥനായ ഹരികുമാർ ഗുഡ് നൈറ്റിന് വേണ്ടി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. കഥയൊക്കെ കണ്ടെത്തി, ആർട്ടിസ്റ്റുകൾ ആരെയൊക്കെയോ എല്ലാം ഫിക്സ് ചെയ്തു. അപ്പോ ഗുഡ് നൈറ്റിന് സമ്മതം ചെയ്യാൻ, അങ്ങനെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഒരു തീയതി പറഞ്ഞു. എ.ആർ. രാജൻ ട്രിവാൻഡ്രത്തെത്തും, ഹരികുമാറിന് അഡ്വാൻസ് വേണ്ട. പങ്കജിലാണ് വരുമ്പോൾ താമസിക്കുന്നത്. അപ്പൊ എന്നെ പറഞ്ഞു, ദിനേശ് നാളെ പുതിയ പടത്തിന്റെ അഡ്വാൻസ് വാങ്ങിക്കാനായിട്ട് പോണം, ദിനേശും കൂടെ വരണമെന്ന്. അങ്ങനെ ഞാനും ഹരികുമാർ സാറും കൂടി കൃത്യം പറഞ്ഞ 11 മണിക്ക് പങ്കജിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് 5 മിനിറ്റിന് മുമ്പ് പുള്ളി ഒരു കാർ എടുത്ത് എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിലേക്ക് പോയോ? ഹരികുമാർ സാറിന് അതിശയമായി. അല്ല, എന്നെ വരാൻ പറഞ്ഞിരുന്നു, അതാണ് ഞാൻ വന്നത്. പുള്ളി എന്തോ പെട്ടെന്ന് ബോംബെക്ക് പോയി. സാറിന് അത് വലിയ മാനസികമായി ഭയങ്കര വിഷമമുണ്ടായി. എനിക്ക് ഒരു മൂഡ് തോന്നിയില്ല അവിടെ ഇരിക്കാൻ. ഹരികുമാർ വരുന്നവരെ ഇരിക്കാനുള്ള ഒരു മൂഡ് തോന്നിയില്ല. ഞാനങ്ങ് പോയി ശാന്തി എന്നാണ് എന്നോട് പിന്നെ ഒരിക്കൽ കണ്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഹരികുമാർ സാറിന്റെ ശാപം രാജേട്ടന് ഉണ്ടായിക്കാണും. അത്രയ്ക്ക് പറഞ്ഞു ഹരികുമാർ സാർ രാജനെ. ജയസു സാറിന്റെ മകൾ ഷെർലിയുടെ വിവാഹം. ഒരു മകളല്ലേ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട് ഒരു കുട്ടിയേ ഉള്ളൂ. നന്നായിട്ട് വിവാഹം നടത്തണമെന്ന് സാർ ആഗ്രഹിച്ചു. പക്ഷെ സാറിന് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തെങ്കിലും സാമ്പത്തികമായി ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഗുഡ് നൈറ്റിൽ നിന്ന് സരോവരം ചെയ്യാനായിട്ടോ എന്തോ ഒരു വലിയ തുക ജെസി സാറിന് വാങ്ങിക്കൊടുത്തു അഡ്വാൻസ് ആയിട്ട്. അത് വെച്ചാണ്, എനിക്ക് തോന്നുന്നു സരോവരത്തിന് ശേഷമുള്ള പടമാണെന്ന്, അഡ്വാൻസ് ഒക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ പടം നടന്നില്ല. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ 1994 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഗുഡ് നൈറ്റ് മോഹൻ എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയായ മോഹനം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മനോഹരമായി ആ രംഗം വിശദീകരിച്ചിട്ടുണ്ട്. എ.ആർ. രാജൻ ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ സർവാധികാരിയായി കഴിയുന്ന കാലമാണ്. ഗുഡ് നൈറ്റ് മോഹനും
സംവിധായകൻ ഭദ്രനും കൂടി ചേർന്ന് ഒരു പുതിയ സിനിമ ചെയ്യാനുള്ള ചർച്ച എറണാകുളത്ത് താജിൽ നടക്കുകയാണ്. അവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മുട്ടും ചോദിക്കലൊന്നുമില്ല. കതക് തുറന്ന് എ.ആർ. രാജൻ പറന്നു വരുന്നത് പോലെ അകത്തേക്ക് വന്നു. കിതപ്പോടെ, കരച്ചിലോടെ ഇവർ രണ്ടുപേരുടെയും മുന്നിലേക്ക് രാജൻ കടന്നു വന്നു. ഭദ്രൻ അതിശയം രാജനെ നോക്കിയപ്പോൾ. കാരണം നിന്ന് കിതയ്ക്കുന്നു. എവിടുന്നോ ഓടി വരും പോലെ വരികയാണ്. ഒപ്പം കരയുകയും ചെയ്യുന്നു. ശതകോടികളുടെ ബിസിനസ്മാനായ ഗുഡ് നൈറ്റ് മോഹന്റെ വിശ്വസ്തനായ, മലയാള സിനിമയെ തന്നെ സ്വന്തം കാൽക്കീഴിൽ അമ്മാനമാടിയ എ.ആർ. രാജൻ കരയുന്നു. പക്ഷേ ഗുഡ് നൈറ്റ് മോഹന് ഒരു കുലുക്കവുമില്ല. രാജൻ കരയുന്ന കണ്ടിട്ട്. പാറയ്ക്ക് കാറ്റ് പിടിച്ചതുപോലെ അദ്ദേഹം ഇരിക്കുകയാണ്. കാരണം ഇതുപോലെ എത്രയോ രംഗങ്ങൾക്ക് ഗുഡ് നൈറ്റ് മോഹൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എ.ആർ. രാജൻ ഇതും കാണിക്കും, ഇതിന്റെ അപ്പുറവും കാണിക്കുമെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും ഗുഡ് നൈറ്റിന്റെ മുതലാളിക്ക് അറിയാം. എന്താ രാജാ ഉണ്ടായത്? എന്റെ മോഹനാ. ഗുഡ് നൈറ്റ് മോഹൻ മുതലാളിയാണ്, പക്ഷെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ മോഹനാ. ഞാൻ ബസ് സ്റ്റാൻഡിൽ വണ്ടി ഇറങ്ങുമ്പോൾ കേറ്റിയുടെ കുറെ ഗുണ്ടകൾ വന്ന് എന്നെ പൊക്കി അവരുടെ ഗോഡൌണിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു. കെ.ടി. ജോസഫ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു. ഫിലിം നൈറ്റിന്റെയും പ്രദീപ് മേനോന്റെയും എ.ആർ. രാജന്റെയും ഒക്കെ അടുത്ത സുഹൃത്തായിരുന്നു കെ.ടി. ജോസഫ്. പൊക്കം കുറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജേട്ടനെ പോലെ തന്നെ ഒരുപാട് എണ്ണ തേച്ച് തലമുടിയൊക്കെ നല്ല വടി പോലെ വെച്ച് കതർ മുണ്ട കൊടുത്ത് കതർ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്ന ഒരു, കണ്ടാൽ തന്നെ നമുക്കൊരു അബ്കാരി മുതലാളിയാണെന്നൊക്കെ തോന്നാവുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് കെ.ടി. ജോസഫ്. അയാൾ പിടിച്ചോണ്ട് പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് കെ.ടി. ജോസഫിന്റെ ആൾക്കാർ രാജനെ പിടിച്ചിറക്കി കൊണ്ടുപോയി ഒരു ഗോഡൌണിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. പിന്നെ അവർ എന്നെ ഒരു വണ്ടിയിൽ കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ബലമായിട്ട് എന്നെയും എൻ്റെ ഭാര്യയെയും കൊണ്ട് കുറച്ച് ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങി. അതെന്തിനാ രാജ എന്നായി ഗുഡ് നൈറ്റ് മോഹൻ. അത് മോഹനാ, ഞാൻ കെ.ടിയുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അതപ്പോ, കാരണം ഗുഡ് നൈറ്റിൽ കോടികൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കാലത്ത് ഈ 10 ലക്ഷം കടം വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ് മോഹൻ സാർ ചോദിച്ചു, അതപ്പോ? അത് കുറെ മുമ്പാണ്, നിങ്ങളുമായിട്ടൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ്. ഗുഡ് നൈറ്റ് മോഹന് ചിരിയടക്കാൻ കഴിയുന്നില്ല. രാജന്റെ ഇതിനേക്കാൾ ഭീകരമായ നിരവധി കേസുകൾ ഗുഡ് നൈറ്റ് മോഹൻ കൈകാര്യം ചെയ്ത പരിചയമുണ്ട്. ഇപ്പൊ രാജൻ ചെന്നുപെട്ടിരിക്കുന്ന കുരുക്ക് നിസ്സാര നിസ്സാരനായി തള്ളിക്കളയാവുന്ന ഒരാളിനോടല്ല എന്നുള്ളതാണ്. ഒരു ഒരുപാട് ബന്ധുബലങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ ഉള്ള കെ.ടി. ജോസഫിനോടാണ് കളിച്ചിരിക്കുന്നത്. രാഷ്ട്രീയക്കാരനായ, അബ്കാരിയായ, സിനിമാക്കാരിയുമായി നല്ല സൗഹൃദമുള്ള പ്രശസ്തനാണ് കെ.ടി. ജോസഫ്. എന്റെയും ഭാര്യയുടെയും കയ്യിൽ നിന്നും ബലമായിട്ട് എഴുതി വാങ്ങിയ ചെക്കുകൾ കെ.ടി. ഡിപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ചെക്ക് ബൗൺസ് ആയാൽ ഞാനും ഭാര്യയും കോടതി കയറേണ്ടി വരും, രാജൻ വികാരഭരിതനായി പറഞ്ഞു. അതായത് ഗുഡ് നൈറ്റ് ഈ വിഷയത്തിൽ ഇടപെടണം, കെ.ടി. ജോസഫിനോട് ഒഴിവ് പറയണം, ഇതാണ് പ്രശ്നം. ഇടപെട്ടില്ലെങ്കിൽ എ.ആർ. രാജൻ ആത്മഹത്യ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ കെ.ടി. ജോസഫുമായിട്ട് ഗുഡ് നൈറ്റ് മോഹൻ അക്കാലത്ത് ഒരു ബന്ധവുമില്ല, ഒരു പരിചയവുമില്ല. ഗുഡ് നൈറ്റ് മോഹൻ തന്റെ നിസ്സഹായത പറഞ്ഞു, രാജാ, ഞാനൊരു പട്ടരാണ്, ഗുണ്ടകളെ നേരിടാൻ ഭയമുള്ള കുലമാണ് എന്റേത്. ഒരു പരിചയവുമില്ലാത്ത ഒരാളോട് ഞാൻ ചെന്ന് എന്താണ് പറയേണ്ടത്? എ.ആർ. രാജൻ കരച്ചിലിന്റെ തോത് കൂട്ടി. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഒന്നുകിൽ പൈസ കൊടുക്കാമെന്ന് പറയണം, അല്ലെങ്കിൽ സംസാരിച്ച് ചെക്ക് ഇടരുതെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. രാജൻ പറഞ്ഞ ഇത്തരം എത്രയോ കേസുകൾക്കാണ് ഗുഡ് നൈറ്റ് മോഹൻ പൈസ കൊടുത്ത് തീർപ്പാക്കിയിട്ടുള്ളത്. അതൊക്കെയാണ്, ആ വലിയ മനസ്സിന്റെ ഒരു ഉടമയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അതിന്റെ കണക്ക് പോലും ഗുഡ് നൈറ്റ് മോഹൻ ഒരിക്കലും രാജനോട് പറഞ്ഞിട്ടില്ല. രാജൻ പിടിപിടില്ല എന്ന് ഉറപ്പാണ്. അവസാനം കെ.ടി. ജോസഫിന്റെ നമ്പർ ഗുഡ് നൈറ്റ് മോഹൻ വാങ്ങി. കൂടുതൽ ചിന്തിക്കാതെ ഗുഡ് നൈറ്റ് മോഹൻ കെ.ടി. ജോസഫിനെ വിളിച്ചു. കെ.ടി. ജോസഫ് അല്ലേ? അതെ, ഞാൻ മോഹനാണ്, ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറയും. കെ.ടിയുടെ സംസാരം സന്തോഷത്തിലായി. ഞാൻ നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അപ്പൊ കെ.ടി ചോദിച്ചു, നിങ്ങൾ എവിടെയുണ്ട്? അപ്പൊ ഗുഡ് നൈറ്റ് മോഹൻ ഭദ്രനുമായിട്ടിരിക്കുന്ന ഹോട്ടലിന്റെ പേര് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാം,
അത് വേണ്ട മിസ്റ്റർ മിസ്റ്റർ കെ ടി ജോസഫിനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാം. അതാണ് അതിന്റെ ഒരു മര്യാദ എന്നായി ഗുഡ് നൈറ്റ് മോഹൻ. അത് വേണ്ട. ഒരു 15 മിനിറ്റിനകം ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും. പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റിനുള്ളിൽ കെ ടി ജോസഫ് ഗുഡ് നൈറ്റ് മോഹന്റെ റൂമിലെത്തി. മുണ്ടും സ്ലാക്ക് ഷർട്ടും ധരിച്ച പൊക്കം കുറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ. ഇയാളാണോ രാജനെ പേടിപ്പിച്ചത് എന്നായിരുന്നു ഗുഡ് നൈറ്റ് മോഹന്റെ മനസ്സിൽ. സരസനായി കെ ടി സംസാരിച്ചു തുടങ്ങി. എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കെ ടി, ആ എ ആർ രാജൻ കുറച്ച് പൈസ താങ്കളിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്ന്. അതെ, കുറച്ചല്ല, 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അതും 10 വർഷം മുമ്പ് വാങ്ങിയതാ. 10 ലക്ഷം രൂപ 10 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. അയാളെ കെ ടി പിടിച്ചു കെട്ടിയാലും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ഒരു ചില്ലി പൈസ കിട്ടാൻ പോകുന്നില്ല. അതാണ് രാജന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മോഹൻ, നിങ്ങൾ ബിൻ ലാദൻ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീർച്ചയായും അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ കഥ കഴിച്ചു കൊടുത്ത ആളല്ലേ. ബിൻ ലാദൻ ചെയ്തത് ശരിയായിരുന്നു. കെ ടി ചോദിക്കുകയാണ്, ബിൻ ലാദൻ ചെയ്തത് ശരിയായിരുന്നു, തീർത്തും തെറ്റായിരുന്നു. എത്രയോ നിരപരാധികളായ മനുഷ്യരെയാണ് ആ വേൾഡ് ട്രേഡ് സെന്ററിലെ ആക്രമണത്തിലൂടെ കൊന്നത് എന്നായി ഗുഡ് നൈറ്റ് മോഹൻ. അപ്പോൾ കെ ടി പറയാണ്, എന്നാൽ മോഹൻ മനസ്സിലാക്കേണ്ടത് അയാൾക്കത് ശരിയായിരുന്നു. ബിൻ ലാദന് ആ കൊന്നത് ശരിയായിരുന്നു. അതുകൊണ്ടാണല്ലോ അയാളത് ചെയ്തത്. ഞാനും എനിക്ക് തോന്നിയ ഒരു ശരിയാണ് ചെയ്തത്. അതായത് എ ആർ രാജനെ പിടിച്ച് കെട്ടിയിട്ടത്. 10 വർഷമായി എൻ്റെ നിന്ന് പണം കടം വാങ്ങിയിട്ട്. എന്നെങ്കിലും ഒരു ദിവസം ഒരു 1000 രൂപ കൊണ്ട് തന്നിട്ട്, കെറ്റി, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, കിട്ടുമ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ കൊണ്ടുതരാം എന്ന് പോലും എന്നോട് അയാൾ പറഞ്ഞില്ല. വേണ്ട, എന്നെ വന്ന് കണ്ട് ഒരിക്കലെങ്കിലും ഒഴിവ് പറഞ്ഞ് പോകാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. 4 വർഷമായി ഇയാളെ ഞാനൊന്ന് കണ്ടിട്ട് തന്നെ. അതായത് 10 ലക്ഷം വാങ്ങിച്ചിട്ട് ഇപ്പം 4 വർഷമായിട്ട് കാണക്കമില്ല. അങ്ങനെ രാജനോട് വാത്സല്യമുണ്ടെങ്കിൽ സാറ് ഈ കാശ് തരാമെന്ന് പറയും. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഈ പൈസ ചോദിക്കില്ല. നിങ്ങളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് അടങ്ങാത്ത സ്നേഹം എ ആർ രാജനോടുണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് പറയും. പക്ഷെ നിങ്ങളിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിക്കില്ല. പക്ഷെ നിങ്ങൾ പറയണം, ആ 10 ലക്ഷം രൂപ ഞാൻ തരാം എന്ന് പറ. ഗുഡ് നൈറ്റ് മോഹൻ മറുപടി പറഞ്ഞില്ല. കാരണം ഉത്തരം മുട്ടിപ്പോയി. നിങ്ങൾ തരാമെന്ന് പറ, രാജൻ തരാനുള്ള 10 ലക്ഷം ഞാൻ തരാമെന്ന് പറ. പക്ഷെ നിങ്ങൾ തരണ്ട. പക്ഷെ നിങ്ങൾ പറയണം, ആ പൈസ ഞാൻ തരാം എന്ന് നിങ്ങൾ പറ എന്നാണ് പറയുന്നത്. എനിക്ക് ഈ കാശ് കിട്ടിയിട്ട് വേണം കാര്യങ്ങൾ നടത്താനെന്ന് മോഹൻ അബദ്ധത്തിൽ പോലും ധരിക്കില്ല എന്ന് എനിക്കറിയാം. വീമ്പ് പറയുകയാണെന്നൊന്നും ധരിക്കരുത്. ഈ 10 ലക്ഷം ഞാൻ എൻ്റെ കണക്കിൽ വച്ചിട്ട് പോലുമില്ല. ഈ നക്കാപ്പിച്ച കണക്ക് പറഞ്ഞ് നമ്മുടെ ഈ കണ്ടുമുട്ടൽ എന്താ പറയുക, കുളമാക്കണമെന്നുമില്ല എന്നായി കയറ്റി. എന്നാലും കടം വാങ്ങിയ പൈസയ്ക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഞെളിഞ്ഞു നടക്കുന്ന ഒരുവനോട് പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് മോഹൻ? അവനെ പിടിച്ച് കെട്ടിയിട്ടത് തെറ്റാണോ? അല്ലെങ്കിൽ അവന്റെ ഭാര്യയുടെയും ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങിച്ചത് തെറ്റാണോ എന്നാണ് കെ ടി ചോദിക്കുന്നത്. എ ആർ രാജന്റെ പ്രശ്നം വഴി കെ ടിയും ഗുഡ് നൈറ്റും നല്ല സുഹൃത്തുക്കളായി. അതോടെ ഇവിടെ പറയേണ്ടാത്ത എ ആർ രാജനുമായി ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു കഥ പറയണം. കാരണം ഇതിന്റെ ഒരു ക്ലൈമാക്സ് നിങ്ങൾ കേൾക്കണം. കെ ടിയുടെ അവസാന നാൾ കൂടി പറഞ്ഞാലേ എ ആർ രാജന്റെ കഥ പൂർത്തിയാവും. കൊച്ചിയിൽ ഗുഡ് നൈറ്റ് മോഹൻ വന്നാൽ താജിലാണ് തങ്ങാറ്. അവിടേക്ക് കെ ടി വരും. ഒരുപാട് കഥകൾ പറഞ്ഞിരിക്കും. ഒരു തവണ കെ ടി വന്നപ്പോൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു അയാൾ. വലിയ ബിസിനസ്സുകാരനല്ലേ. എന്താ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഗുഡ് നൈറ്റ് മോഹൻ ചോദിച്ചു. മറുപടി പറയാതെ കെ ടി ഉഴപ്പി. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ കെ ടി മനസ്സ് തുറന്നു. അത്യാവശ്യമായിട്ട് എനിക്കൊരു 1.5 കോടി രൂപ വേണം. അഭിമാനിയായതിനാൽ കെ ടി ഗുഡ് നൈറ്റിനോട് പണം ചോദിച്ചില്ല. പക്ഷേ ഗുഡ് നൈറ്റ് കൈവിട്ടില്ല. ഗുഡ് നൈറ്റ് മോഹൻ വളരെ സരസനായി പറഞ്ഞു, കെ ടി, നമുക്ക് സംഘടിപ്പിക്കാം. അതെങ്ങനെ? ഇത്രയും വലിയ തുകയോ? ഗുഡ് നൈറ്റ് മറുപടി പറഞ്ഞില്ല. പിറ്റേന്ന് കെ ടിയുടെ കയ്യിൽ 1.5 കോടി രൂപ എത്തിച്ചു. കെ ടി തീരെ തീരെ പ്രതീക്ഷിക്കാത്ത തീരുമാനമായിരുന്നു. ആ സമയത്ത് കെ ടിക്ക് ലിവറിൽ എന്തോ തകരാറ് കണ്ടുപിടിച്ചിരുന്നു. നിഷ്ഠയുള്ള കെ ടി തന്റെ കുടുംബ മീറ്റിംഗ് വിളിച്ചു.
മകനോടും ഭാര്യയോടും കെ ടി കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഗുഡ് നൈറ്റ് മോഹന്റെ കടം ശ്രദ്ധിക്കണം. കാരണം മനുഷ്യന്റെ ജീവിതം ശാശ്വതമല്ല എന്ന് എനിക്കറിയണം അറിയാം. മകൻ പറഞ്ഞാണ് ഈ വിവരം ഗുഡ് നൈറ്റ് മോഹൻ അറിഞ്ഞത്. 3 തവണയായി ഈ വാങ്ങിച്ച 1,50,00,000 രൂപയുടെ ഭൂരിഭാഗം തുകയും കെ ടി മടക്കി നൽകി. ബാലൻസ് ആയിട്ട് ഒരു 17,00,000 രൂപ മിച്ചം വന്നു കൊടുക്കാനുണ്ട്. കെ ടിയുടെ ആരോഗ്യസ്ഥിതി തിരക്കുമ്പോഴും കാണുമ്പോഴും ബാക്കി തുകയെപ്പറ്റി പറയാതിരിക്കാൻ ഗുഡ് നൈറ്റ് മോഹൻ ശ്രദ്ധിച്ചെങ്കിലും ഒരിക്കൽ നാക്കുപിഴ പോലെ 17,00,000 കാര്യം ഗുഡ് നൈറ്റ് അറിയാതെ പറഞ്ഞുപോയി. എന്തോ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ, അല്ല കെ ടി എനിക്കൊരു 17 രൂപ തരാനുണ്ട്, 17,00,000 തരാനുണ്ടെന്നെന്തോ അറിയാതെ പറഞ്ഞുപോയി. പക്ഷെ അത് കേട്ടിട്ട് കെ ടി ജോസഫ് മറുപടി പറഞ്ഞില്ല. മാസങ്ങൾ കഴിയുമ്പോൾ ആ അസുഖം മൂർച്ഛിച്ച് കെ ടി ആശുപത്രി കിടക്കയിലായി. മകൻ അരുണിനെ ഗുഡ് നൈറ്റ് വിളിച്ചു. ഒരു മരുന്നും ഫലപ്രദമാകുന്നില്ല. ശകലം ആശങ്കയുണ്ട് അങ്കിൾ എന്നായിരുന്നു അരുണിന്റെ മറുപടി. എനിക്ക് കെ ടിയെ കാണണം എന്നായി ഗുഡ് നൈറ്റ് മോഹൻ. ആരെയും കാണാൻ അനുവദിക്കുന്നില്ല. പക്ഷേ ആരെയും കാണാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഗുഡ് നൈറ്റ് മോഹൻ കൊച്ചിയിലെത്തി. കെ ടിയുടെ അടുത്തേക്ക് ഗുഡ് നൈറ്റ് ചെന്നപ്പോൾ സ്മാർട്ടായി കെ ടി പറഞ്ഞത്, നിങ്ങൾ വരുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ ഷേവൊക്കെ ചെയ്ത് ഡീസൻ്റായി ഇരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഉന്മേഷവാനായിരുന്നു ഗുഡ് നൈറ്റ് മോഹൻ ചെല്ലുമ്പോൾ കെ ടി. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കെ ടിയോട് ഗുഡ് നൈറ്റ് മോഹൻ ആശ്വസിപ്പിച്ചതാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്നേ, ധൈര്യമായിട്ടിരിക്കും. ജീവിതം മൊത്തം പോരാടിയവനാണ് ഞാൻ. ഇപ്പോഴും പോരാടുന്നു. എനിക്ക് പേടിയില്ല എന്നാണ് കെ ടി പറഞ്ഞത്. മരണത്തെയൊന്നും എനിക്ക് പേടിയില്ല, അസുഖത്തെയും പേടിയില്ല എന്നാണ് കെ ടി പറഞ്ഞത്. ധീരനായ കെ ടിയുടെ മുഖത്ത് പേടിയുടെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. യാത്ര പറയുമ്പോൾ കെ ടി പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ബാഗ് തരുന്നു. ഒരു ബാഗ് എടുത്ത് നീട്ടി, അവിടെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു ബാഗ് എടുത്ത് നീട്ടിയിട്ട് പറയാണ്, നിങ്ങൾക്ക് ഞാനൊരു ബാഗ് തരുന്നു എന്ന് പറഞ്ഞു. ഗുഡ് നൈറ്റ് ബാഗ് കയ്യിൽ വാങ്ങിച്ച് തുറക്കുമ്പോൾ നിറയെ നോട്ട് കെട്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ തരാനുള്ള ബാക്കി തുകയാണ്. ആ ബാക്കി 17,00,000 രൂപയാണ് ഈ ബാഗിനകത്ത്. ഗുഡ് നൈറ്റ് മോഹൻ വല്ലാണ്ടായി. ആരായാലും നെർവസ് ആയി പോകും. എന്താ കെ ടി ഇത്? എനിക്ക് തരാനുള്ളതെല്ലാം നിങ്ങൾ തന്നില്ലേ? ഇല്ല, ഞാൻ മൂലം നിങ്ങൾക്ക് കുറെ പണം ചെലവായി. അതാണിത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങണം. രോഗക്കിടക്കയിൽ വെച്ചും കണക്കോ എന്ന് ഗുഡ് നൈറ്റ് മോഹൻ ചോദിച്ചു. ഇല്ല കെ ടി, ഇതറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ കാണാനേ ഞാൻ വരില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കെ ടി ഗുഡ് നൈറ്റ് മോഹന് കൊടുത്ത ബാഗ് ആ കിടക്കയിൽ തന്നെ വെച്ചിട്ട് വേദനയോടെ ഗുഡ് നൈറ്റ് മോഹൻ മുറിവിട്ട് പോയി. കാറിൽ കയറാൻ ചെല്ലുമ്പോൾ അതാ നിൽക്കുന്നു കെ ടിയുടെ ഡ്രൈവർ തൊഴുകൈകളുമായി. സാർ, ഇത് അങ്ങയെ ഏൽപ്പിക്കാതെ ഞാൻ തിരിച്ചു ചെന്നാൽ ഈ നിമിഷം ജോലിയിൽ നിന്നും പിരിഞ്ഞു പൊയ്ക്കൊള്ളണം എന്നാണ് അവസാന താക്കീതായി മുതലാളി എനിക്ക് തന്നത്. ഗുഡ് നൈറ്റ് പക്ഷേ ബാഗ് വാങ്ങിയില്ല. അതായത് ഈ ബാഗ് ഗുഡ് നൈറ്റ് മോഹനെ ഏൽപ്പിക്കാതെ നീ മടങ്ങി വരികയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട, നിന്റെ ജോലി ഇവിടെ പിരിച്ചു വിടുകയാണ്, പൊയ്ക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗുഡ് നൈറ്റ് മോഹൻ അത് വാങ്ങിയില്ല. പക്ഷേ ഡ്രൈവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, കെ ടിയുടെ ഡ്രൈവർ ഡോറ് തുറന്ന് സീറ്റിന്റെ അരികിൽ ബാഗ് വെച്ച് ഡോറടച്ചു. എന്നിട്ട് തൊഴുതിട്ട് നിന്നു. ദയവ് ചെയ്ത് വാങ്ങാതിരിക്കരുത് എന്നുള്ള രീതിയിൽ തൊഴുതിട്ട് നിന്നു. ഹോട്ടൽ മുറിയിൽ വിഷണ്ണനായി ഗുഡ് നൈറ്റ് എത്തുമ്പോൾ കെ ടിയുടെ മകൻ അരുൺ വിളിച്ചു, അങ്കിൾ ഒട്ടും വിഷമിക്കരുത്, പപ്പയോട് ദേഷ്യം തോന്നരുത്. ഇത് അങ്കിളിനോട് മാത്രമല്ല, മറ്റു പലരോടും പപ്പ ഇങ്ങനെ ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇങ്ങനെ ആർക്കെല്ലാം എന്തെല്ലാം കൊടുക്കാനുണ്ടോ, ബാധ്യതകളുണ്ടോ അതെല്ലാം അദ്ദേഹം തീർക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ്. അത് കാര്യമാക്കണ്ട, പപ്പയ്ക്ക് വേണ്ടി അങ്കിൾ പ്രാർത്ഥിക്കണം. ഇതാണ് അരുൺ അവസാനം പറഞ്ഞത്. ആ ബാഗിൽ 17,00,000 രൂപയുണ്ടായിരുന്നു. എല്ലാ കണക്കുകളും തീർത്ത് പോകാൻ തയ്യാറാകുകയായിരുന്നു കെ ടി എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. തൊട്ടടുത്ത ആഴ്ച കെ ടി ജോസഫ് വിട പറഞ്ഞു. കെ ടിയെ പലർക്കും പേടിയായിരുന്നു. എന്തിനു പേടിക്കുന്നുവെന്ന് ആരും പറഞ്ഞില്ല. പേടിയെ കെ ടി ഒരു കവചമാക്കി വച്ചു എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. ഇത്രയും കെ ടി ജോസഫിനെ കുറിച്ച് പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, 10,00,000 രൂപ കൊടുക്കാനുള്ളതുകൊണ്ട് ബസ്സിൽ നിന്ന് കെ ടിയുടെ ആൾക്കാർ വലിച്ചിറക്കി കാറ് കയറ്റി കൊണ്ടുപോയി ഒരു ഗോഡൌണിൽ കൊണ്ട് കെട്ടിയിട്ടു എന്ന് പറഞ്ഞല്ലോ ഹെയർ രാജന്. എന്നിട്ട് രാജന്റെ പറവൂരുള്ള വീട്ടിൽ ചെന്ന് എന്താ പറയാ, ഭാര്യയുടെയും രാജന്റെയും പേരിൽ ഉള്ള ചെക്കുകളെല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചു. പക്ഷേ അങ്ങനെയുള്ള കെ ടി രോഗഗ്രസ്തനായി എന്നറിഞ്ഞപ്പോൾ
അതറിഞ്ഞ രാജൻ കെ.ടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. കെ.ടി. ജോസഫ് മരിച്ചപ്പോഴും തൊഴുകൈയോടെ നിന്ന് എ.ആർ. രാജൻ കണ്ണീരൊഴുക്കി. അതായിരുന്നു എ.ആർ. രാജൻ. തന്നെ ഗോഡൗണിൽ കൊണ്ട് കെട്ടിയിട്ടതോ തന്റെ വീട്ടിൽ വന്ന് തന്റെയും ഭാര്യയുടെയും ചെക്ക് ഒപ്പിട്ടതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. എന്റെ സുഹൃത്തായിരുന്ന കെ.ടി. ജോസഫ് മരിക്കുന്നു അല്ലെങ്കിൽ രോഗിയായി എന്നറിഞ്ഞപ്പോ മുമ്പ് ചെന്ന് നിന്ന് എന്താ പറയാ പൊട്ടി പൊട്ടി കരഞ്ഞ ആളാണ് രാജേട്ടൻ. രാജേട്ടനെ പറ്റി രസകരമായ ഒരുപാട് കഥകൾ പറയാം. ഞാൻ ഒരിക്കല് പങ്കജ് ചെന്നു. പങ്കജ് ചെന്നപ്പോ രാജേട്ടൻ ഇങ്ങനെ കുറെ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് എന്റെ കേട്ടു, ശാന്തുളേ നമുക്കൊന്ന് കരാൾക്കട വരെ പോവാം. കരാൾക്കട എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പ്രശസ്തമായ കൈത്തറി വസ്ത്രങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ പോവാം. ഞാൻ രാജേട്ടനും കൂടി കരാൾക്കടയിൽ ചെന്നു. കൈതമുക്കിലുള്ള കരാൾക്കടയിൽ ചെന്നു. 10 നിറത്തിലുള്ള കരയുള്ള വയലറ്റ്, മെറൂണ്, റെഡ്, ഗ്രീന്, യെല്ലോ, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് 10 നിറത്തിലുള്ള 10 മുണ്ട് വാങ്ങി കരാൾക്കടയിൽ നിന്ന്. അവിടുത്തെ ഒരു മുണ്ടെന്ന് പറഞ്ഞാൽ 10,000-2,000 രൂപ വില വരും. 10 എണ്ണം വാങ്ങിച്ചു. എന്നിട്ട് ഇറങ്ങി സിറ്റിയിൽ വന്നിട്ട് 10 വെള്ള ഉടുപ്പ് വാങ്ങിച്ചു. വെള്ള ഉടുപ്പ് ഇടുള്ളൂ രാജേട്ടൻ. വെള്ള ഉടുപ്പ് വാങ്ങിച്ചു. അത് എന്തോ ഒരു പ്രത്യേക മസ്ലിൻ അല്ല, അതുപോലുള്ള എന്തോ വില കൂടിയ തുണിയിലുള്ള 10 ഉടുപ്പ് വാങ്ങിച്ചു. അപ്പോ രസം എന്താണെന്ന് ചോദിച്ചാൽ മദ്രാസിലോ കൊച്ചിയിലോ 4-5 ഉടുപ്പുകളും മുണ്ടുകളും ഹോട്ടലിൽ അലക്കാനിട്ടു. എന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് കയറി തിരുവനന്തപുരത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ തിരുവനന്തപുരത്ത് മിച്ചം ഇരുന്ന 2-3 ദിവസം താമസിച്ചപ്പോഴുള്ള മുണ്ടും ഉടുപ്പും എല്ലാം കൂടി വാരി ഇവിടെ അലക്കാനിട്ടു പങ്കജിൽ ഇട്ടിട്ട് പുള്ളിക്ക് ബോംബെക്ക് പോകണം. ഗുഡ് നൈറ്റ് മോഹൻ സാറിന്റെ അടുത്ത് പോകണം. പക്ഷെ ഷർട്ടില്ല, മുണ്ടും ഇല്ല. അതിനാണ് വാങ്ങാൻ പോയത്. 10 നിറത്തിലുള്ള കരയുള്ള 10 മുണ്ടും 10 വെള്ള ഷർട്ടും വാങ്ങി. പക്ഷെ ഇത് വാങ്ങുമ്പോഴും ഞാൻ ഇപ്പോഴും അദ്ദേഹം ഇല്ലാത്തോണ്ട് പറയാണ്, ഈ 10 മുണ്ടും 10 ഷർട്ടും വാങ്ങുന്ന അതിശയത്തോടെ കൂടെ പോയി നോക്കി നിൽക്കുന്ന എന്നോട് ചുമ്മാ എങ്കിൽ പോലും ദിനേശേ ശാന്തിയുള്ള വേണമെങ്കിൽ ഒരു മുണ്ടും ഷർട്ടും വാങ്ങിച്ചോ എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങിച്ചോ, നിനക്ക് ഇഷ്ടമുള്ള ഒരു ഷർട്ട് വാങ്ങിച്ചോ പറഞ്ഞില്ല. പുള്ളി 10 ഷർട്ട് 10 മുണ്ടും വാങ്ങി. അത് വിട്ടുകൊണ്ട് ബാക്കി ഉടുപ്പുകളും മുണ്ടും ഒക്കെ ബാഗിലാക്കി വെച്ചിട്ട് ബോംബെക്ക് പോയി. ബോംബെയിൽ ചെന്ന് ഇനി അവിടെ ഇട്ടോന്ന് പറഞ്ഞാൽ അവിടെയും ഇട്ട് കാണും. ചിലപ്പോൾ 2-3 മുണ്ടും ഉടുപ്പും അവിടെ ഇടും. അത് കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ഗുഡ് നൈറ്റ് മോഹനെ കുറിച്ച് പറയുകയാണെങ്കിൽ പങ്കജിൽ നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് താജിലോ അതുപോലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുള്ളി നേരെ ഫ്ലൈറ്റ് കയറി മദ്രാസിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് അവിടെ ഉണ്ണും. അപ്പോൾ ഈ സിഗരറ്റ് ചെയിൻ സ്മോക്കിംഗ് ആണ്. അതുപോലെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എപ്പോഴും വായിക്കുന്നതാണ്. 2 പുസ്തകവും വാങ്ങിച്ച് ഒരു പാക്കറ്റ് സിഗരറ്റും വാങ്ങിച്ച് അവിടെ ഇരുന്ന് ഊണും കഴിച്ച് പാചകമൊക്കെ അടിച്ചുകൊണ്ടിരുന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി ബോംബെയിൽ പോകും. പോയിട്ട് അടുത്ത പ്രോജക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മോഹൻ സാറിന് ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ട് ചിലപ്പോൾ അന്ന് രാത്രി അവിടെ തങ്ങും, ഇല്ലെങ്കിൽ രാത്രിയുള്ള ഫ്ലൈറ്റിൽ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഇറങ്ങും. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കേരളത്തിലും ഊണ് മദ്രാസിലും രാത്രി ഡിന്നർ ബോംബെയിലും കഴിച്ചിരുന്ന അത്രയും പ്രതാപിയായിരുന്നു ഒരു കാലത്ത് രാജേട്ടൻ. രാജേട്ടന്റെ അവസാനം ദുരിതകാലമായി. രാജേട്ടൻ ഗുഡ് നൈറ്റ് എല്ലാം മതിയാക്കി. അപ്പൊ എന്നോട് മോഹൻ സാർ സംസാരിച്ചപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ദിനേശ് ഇതുപോലൊരു സത്യസന്ധനായ ഒരു കളങ്കമില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അയാള് എന്റെ എത്ര കോടി നശിപ്പിച്ചു എന്ന് എനിക്ക് കണക്കില്ല. കാരണം 50 കോടി രൂപയുടെ ടേൺ ഓവറൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മുതലാളിയാവുമ്പോൾ ഇവിടെ ഇറങ്ങുന്ന 8, 10, 15 കോടി ഒരു വർഷം ഇറക്കുന്നെങ്കിൽ അതിന്റെ കണക്ക് നോക്കും. അപ്പോൾ മോഹൻ സാർ എന്നോട് പറഞ്ഞത്, ദിനേശേ ഇയാൾ കൊണ്ടുവന്ന് മലയാള സിനിമയിൽ ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാം അഡ്വാൻസ് കൊടുത്തു. നടന്മാർക്കും നടികൾക്കും തിരക്കഥാകൃത്തിനും സംവിധായകനും പാട്ടെഴുത്തുകാരനും ഒക്കെ കൊണ്ട് കൊടുത്തു. പക്ഷെ ഒരു പ്രോജക്റ്റും വർക്കൗട്ട് ചെയ്തിട്ടില്ല. എത്ര പ്രോജക്റ്റിന് വേണ്ടി എത്ര കോടി അഡ്വാൻസ് കൊടുത്തു എന്നറിയും. നേരെ മറിച്ച് അയാൾ എൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണ കാശിൽ നിന്ന് 1-2 കോടി രൂപ അയാൾ എടുത്തോട്ടെ, പക്ഷെ ഈ കൊണ്ടുവന്ന് ഇങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ രാജനോട് നമുക്കത് പറയാൻ പറ്റില്ല. ദിനേശ് പറയുമ്പോൾ രാജൻ്റെതായ ന്യായങ്ങൾ പറയും എന്നാണ് എൻ്റെ മോഹൻ സാർ പറഞ്ഞത്. അവസാന കാലത്ത് 10 രൂപ വരുമാനമില്ലാതെ എവർഷൈൻ്റെ ഓഫീസിൽ കുത്തിയിരിക്കുമായിരുന്നു. എവർഷൈൻ മണിയണ്ണൻ്റെ ഓഫീസിൽ ആ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതിലിങ്ങനെ ഇരിക്കും. മുഷിഞ്ഞ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. കാരണം എത്രയോ ദിവസമായി നനയ്ക്കാത്ത മുണ്ട് ഷർട്ട് വിട്ട് ഇങ്ങനെ അലസനായി ഇവിടെ കുറിയിട്ട് ഇവിടെ അത്രയും കറുത്ത നിറമായി അങ്ങനെ ഇരിക്കുന്നവണ്ണം കാണാൻ. അങ്ങനെ ക്ഷേമനിധിയിൽ നിന്ന് 4,000 രൂപ, ഞാൻ ഡയറക്ടർ ബോർഡിൽ ഉള്ളപ്പോഴാണ്, 4,000 രൂപ പെൻഷൻ കിട്ടാനുള്ള എന്താണ് വഴിയെന്ന് എന്നെ എവർഷൈൻ മണിയണ്ണം വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് വാങ്ങിക്കൊടുക്കാം, 12,500 രൂപ അടയ്ക്കണം. അങ്ങനെ എവർഷൈൻ മണിയണ്ണനും നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാറും കൂടെ മുൻകൈ എടുത്ത് 12,500 രൂപ അടച്ച് ഈ പറഞ്ഞ കോടികൾ കൊണ്ട് അമ്മാനമാടിയ, എനിക്ക് തോന്നുന്നു സുരേഷ് കുമാറിനടക്കം ഒരുപാട് പേർക്ക്
സിനിമ എടുക്കാൻ കടം കൊടുത്ത കാശ് കൊടുത്തിട്ടുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് കുമാർ വാങ്ങിച്ചിരിക്കും. കാരണം ഒരു കാലത്ത് ഗുഡ് നൈറ്റിന്റെ ഏറ്റവും അടുപ്പക്കാരിൽ ഒരാളായിരുന്നു സുരേഷ് കുമാർ. അപ്പോൾ വാങ്ങിയിരിക്കും രാജേട്ടൻ്റേത്. ആ രാജേട്ടന് വേണ്ടി 12,500 അടച്ചാൽ 4,000 പെൻഷൻ കിട്ടാൻ വേണ്ടി സുഹൃത്തുക്കൾ പിരിവിട്ട് 3ഓ 4ഓ പേര് ചേർന്ന് ക്ഷേമനിധി കൊണ്ട് അടച്ച് അദ്ദേഹത്തിന് പെൻഷൻ ശരിയാക്കി കൊടുത്തു. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അതിന്റെ അവകാശം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ട പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരെവിടെയെന്ന് പോലും ആർക്കും അറിയില്ല. ഞാൻ അവസാനമായി രാജേട്ടനെ കണ്ട ഒരു കഥ കൂടെ പറഞ്ഞ് ഈ സ്റ്റോറി അവസാനിപ്പിക്കാം. ഞാൻ ഒരിക്കലും അത് മറക്കില്ല. ഞാൻ എറണാകുളത്ത് പോയാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ BTHിലേ ഞാൻ താമസിക്കുക. കാരണം വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്ന ആളല്ലേ, നല്ല ഹോട്ടലല്ലേ, സിനിമാക്കാരുടെ താവളമല്ലേ, നാക്ടയുടെയും ഫെഫ്കയുടെ ഒക്കെ യോഗം നടന്നിരുന്ന സ്ഥലമാണ്, അടികൂടിയ സ്ഥലമാണ്. അപ്പം ഞാൻ BTHിലേ താമസിക്കും. അങ്ങനെ ഞാൻ ഒരു പ്രോജക്റ്റിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട്, മനോരമയിലെ ഒരു സീരിയലാണെന്ന് തോന്നുന്നു, ചർച്ചയുമായി ബന്ധപ്പെട്ട് BTHിൽ താമസിക്കുകയാണ്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്, ഇഷ്ടംപോലെ കഴിക്കാം വെജിറ്റേറിയൻ ആഹാരങ്ങൾ. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങുമ്പോൾ ലിഫ്റ്റിൽ വന്നിറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോകുമ്പോൾ ആരോ എന്നെ ശാന്തിവിളയെന്ന് വിളിച്ചു. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കൗണ്ടറിൽ ഒരു കസേരയിൽ ഒരു സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രാജേട്ടൻ. ഒരു അതിശയോക്തിയില്ലാതെ ഞാൻ പറയാം, ആ രാജേട്ടൻ ഇട്ടിരിക്കുന്ന വെള്ളമുണ്ടും വെള്ള ഷർട്ടും അഴിച്ചു വാങ്ങി എൻ്റെ വയലിൽ കൊണ്ടുപോയി കഴുകിയാൽ ഒരു 10 വാഴയ്ക്കുള്ള വളം കിട്ടും. അത്ര അഴുക്കായ ഷർട്ടും മുണ്ടും ഇട്ടിരിക്കുകയാണ്. കാരണം കിടക്കാൻ സ്ഥലമില്ലാതെ, മാറ്റാൻ തുണിയില്ലാതെ അവസ്ഥയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ഭയങ്കരമായിട്ട് അവശനായി. രാജേട്ടനാണ് എന്നെ ശാന്തിവിളയെന്ന് വിളിച്ചത്. ഞാൻ നേരെ ചെന്നു. എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മനോരമയിൽ ഒരു പെണ്ണിന്റെ കഥ എന്ന് പറഞ്ഞ് സത്യമാഷും ഷീല അമ്മയും അഭിനയിച്ച ആ സിനിമ റീമേക്ക് ചെയ്യുന്നു സീരിയലായിട്ട്. ഓ അത് ശരി, എപ്പോൾ തുടങ്ങും എന്ന് പറഞ്ഞ് കുറേ നേരം സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, രാജേട്ടാ ഞാൻ ഊണ് കഴിക്കാൻ ഇറങ്ങിയതാണ്, ഊണ് കഴിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ രാജേട്ടന്റെ ഒരു ഗുണ്ടാണ് കേൾക്കാൻ. ഓ ഇനിയിപ്പോ ശാന്തിയുള്ള ദിനേശ് ഊണ് കഴിക്കുന്നോ എന്ന് ചോദിച്ചിട്ട് കഴിച്ചില്ല എന്ന് പറയണ്ട. കാരണം പിന്നെ ശാന്തിയുള്ള പരാതി പറയും, ഞാൻ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് രാജേട്ടൻ വന്നില്ല എന്നൊക്കെ ആരുടെയെങ്കിലുമൊക്കെ പറയും. ആ പരാതി തീർക്കാനായിട്ട് ഞാനും കൂടെ ഉണ്ണാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഊണ് കഴിക്കാൻ വന്നിരുന്നു. അപ്പൊ വെജിറ്റേറിയൻ ഊണാണല്ലോ, വലിയ നാക്കിലേക്ക് ഇട്ടാണല്ലോ BTHിലെ ഊണ്. നല്ല ഊണാണ്, നല്ല രുചികരമായ ഊണാണ്. അപ്പൊ രാജേട്ടന് ഞാനും എതിർവശത്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊണ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സത്യം ഇപ്പോഴും എനിക്കത് ആലോചിച്ച വിഷമം വരും. ഈ സോമാലിയിലെ പിള്ളേരെ പോലെ, പട്ടിണിയുള്ള രാജ്യമാണല്ലോ സോമാലി, അതുപോലെ ആർത്തിയോടെ 3 തവണ ചോറ് വാങ്ങി, പായസം അടക്കം എല്ലാം ഉള്ളതാണ്, 3 തവണ ചോറ് വാങ്ങി അദ്ദേഹം കഴിക്കുന്ന കണ്ടപ്പോൾ ഉറപ്പാണ് അദ്ദേഹം കഴിഞ്ഞ 1-2 ദിവസം ആഹാരം കഴിച്ചിട്ടില്ല, നെല്ലരി കഴിച്ചിട്ടില്ല എന്ന് ആ ആഹാരം കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഓരോ കപ്പിലും ഇരിക്കുന്ന കറികൾ എടുത്തിങ്ങനെ ഇടുന്നു, വിരവുന്നു, കഴിക്കുന്നു, ചോറ് തീരുന്നു, കൊണ്ടുവരാൻ പറയുന്നു, വീണ്ടും ഇടുന്നു, കഴിക്കുന്നു, വർത്തമാനമേ പറയുന്നില്ല. ആ ആർത്തി കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. മലയാള സിനിമയെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ ഒരു മനുഷ്യൻ. ഹരികുമാർ സാറ് അഡ്വാൻസ് വാങ്ങാൻ പങ്കജ് ചെല്ലാൻ അല്പം താമസിച്ചപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ ബോറടിച്ചു എന്ന് പറഞ്ഞിട്ട് കാറെടുത്ത് എയർപോർട്ടിൽ ചെന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറി ബോംബെക്ക് പറഞ്ഞയാൾ. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഡ്രസ്സെല്ലാം കൂടെ ഊരി ഒരു ഹോട്ടലിൽ, പങ്കജ് ഹോട്ടലിൽ ഇട്ടിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ട് മദ്രാസിൽ ചെന്നിറങ്ങുക, അവിടെ ഉച്ചയൂണ് കഴിക്കുക, അവിടെ ആ ഡ്രസ്സുകൾ അലക്കാനിടുക, അടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ബോംബെക്ക് പോവുക, അവിടെ ചെന്ന് ഗുഡ് നൈറ്റ് മോഹൻ സാറുമായിട്ട് സംസാരിക്കുക, അത് കഴിഞ്ഞ് ആ ഡ്രസ്സുകളെല്ലാം കൂടെ അവിടെ അലക്കാനിട്ടിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കൊച്ചിയിൽ വരിക. ഇങ്ങനെ പറന്നു നടന്ന, പൈസയുടെ വില അറിയാതെ ജീവിച്ച AR രാജൻ ഉണ്ണുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മം ഞാൻ എന്തോ നല്ലത് ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഒരു നേരത്തെ ആഹാരം അവസാനമായിട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത്. ആഹാരം കഴിച്ച് പായസമൊക്കെ കുടിച്ച് വളരെ സന്തോഷവാനായി ഇറങ്ങി പുറത്തു വന്നിട്ട് എൻ്റെ ചോദിച്ചു, റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അദ്ദേഹത്തോടൊരു കള്ളം പറഞ്ഞു, ഉണ്ടെന്ന്. പ്രൊഡ്യൂസർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ പ്രൊഡ്യൂസറൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എനിക്ക് മനസ്സിലായി പ്രൊഡ്യൂസർ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ രാജേട്ടൻ അവിടെ കിടന്നുറങ്ങും. എനിക്കന്ന് വൈകുന്നേരമോ പിറ്റേന്നോ റൂം വെക്കറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. രാജേട്ടൻ അവിടെ 2 ദിവസം അവിടെ അങ്ങ് പൊറുതിയാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, റൂമിൽ ആളുണ്ട്, പ്രൊഡ്യൂസറുണ്ട്. ഓ അത് ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യാന്തുള്ളേ, ഒരു 100 രൂപ ഇങ്ങെടുത്തേ. അപ്പോൾ ആരിൽ നിന്നും അങ്ങനെ ഒരു 500 രൂപ കൂടുതൽ ചോദിക്കില്ല. കാരണം ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങണം, ഒരു ഇംഗ്ലീഷ് പുസ്തകവും വാങ്ങണം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ആരെ കണ്ടാലും ഒരു 500 രൂപ വാങ്ങിച്ചാൽ അതാണ് ചെയ്യണത്. ആഹാരത്തിന് വെച്ചേക്കാം, നാളത്തേക്ക് ആഹാരം കഴിക്കാമെന്നൊന്നും ആലോചിക്കില്ല. 500 രൂപ കിട്ടിയാൽ ഒരു ഇംഗ്ലീഷ് പുസ്തകവും വാങ്ങിക്കും, ഒരു പാക്കറ്റ് സിഗരറ്റും വാങ്ങിക്കും. ഞാൻ 100 രൂപ എടുത്ത് കൈ കൊടുത്തു. കാണാം ശാന്തിയുള്ളേ,
അപ്പൊ എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് എറണാകുളത്തെ എല്ലാ മുന്തിയ ഹോട്ടലിലും താജ് അടക്കമുള്ള 5 സ്റ്റാർ ഹോട്ടലിലടക്കം എവിടെ ചെന്നാലും സ്വീകരിച്ച് റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന രാജേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനെല്ലാം തകർന്ന് ദേഹമാസകലം അഴുക്ക് പറ്റിയ ഡ്രസ്സുമായിട്ട് BTHന്റെ സെറ്റിയിൽ ഇരുന്നിട്ട് അവിടുത്തെ എന്താ പറയുക പിയൂണ് പോലും അല്ലെങ്കിൽ തൂപ്പുകാരി പോലും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു ബാധ്യത, ഒരു ശല്യം വന്നിരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തെ കണ്ടത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഊണ് കഴിക്കാനായി കൊണ്ടുപോകുമ്പോൾ ആ റിസപ്ഷനിലൊക്കെ നിന്നവർ കൗതുകത്തോടെ നോക്കുന്നു. ഇങ്ങേർക്ക് പ്രാന്താണോ ഈ മനുഷ്യനെ വിളിച്ചോണ്ട് ഉണ്ണാൻ പോണം എന്തിനും? എനിക്കല്ലേ അറിയാവൂ AR രാജൻ ആരാണ്. ആ രാജേട്ടൻ BTHലെ ഉച്ചയ്ക്കുള്ള സദ്യ ഉണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ റൂമിൽ ആരെങ്കിലും വേറെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേറെ എവിടെയോ ചെന്ന് കിടക്കാനായിരിക്കാം, അല്ലെങ്കിൽ എവർഷൈൻ്റെ ഓഫീസിലെ ബെഞ്ചിൽ കിടന്നുറങ്ങാനായിരിക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കും. ബാക്കി പൈസയിൽ ആട്ടോ കയറി പോകുമായിരിക്കും. രാജേട്ടൻ പോയതാണ് ഞാൻ അവസാനമായി രാജേട്ടനെ കണ്ടത്. ആരോ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ബെന്നി തന്നെ തോന്നുന്നു എന്നെ വിളിച്ചു പറഞ്ഞിടാ നമ്മുടെ രാജേട്ടൻ മരിച്ചു കേട്ടോ. അപ്പോൾ ബെന്നി പോയി രാജേട്ടൻ്റെ വീട്ടിൽ ചെന്ന് അവസാനമായി മൃതദേഹമായി കിടക്കുന്ന രാജേട്ടൻ്റെ സ്റ്റിൽ എന്തോ എടുത്ത് എനിക്ക് അയച്ചു തന്നു എന്ന് പറയുന്നു. പക്ഷെ എൻ്റെ ഫോണിലൊന്നും അത് കാണാനില്ല. അതുപോലെ തന്നെ ഏതോ ഒരു തുടക്കം കുറിക്കാനായിട്ട് ബെന്നി ദക്ഷിണ കൊടുത്തിട്ട് ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് ദക്ഷിണ കൊടുത്തിട്ട് കാലിൽ തൊട്ട് തൊഴുന്ന ഒരു പടവും എനിക്ക് അയച്ചു തന്നു എന്ന് പറഞ്ഞു. പക്ഷെ കാണാനില്ല. ഇന്ന് ബെന്നി ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവിടെ വെച്ച് ബെന്നിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബെന്നി രാജേട്ടനെ കുറിച്ചാണ് എൻ്റെ അടുത്ത സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എൻ്റെ 2 പടം നിൻ്റെ ഇല്ലേ? ഞാൻ ദക്ഷിണ കൊടുത്ത് തൊഴുതുകൊണ്ടിരിക്കുന്ന പടവും അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഒരു പടവും ഞാൻ നിനക്ക് അയച്ചു തന്നു. എവിടെയെന്ന് എനിക്കറിയില്ല. 1,12,000 ഒരു സ്റ്റില്ലുകൾ ഒരു ഫോണിൽ കിടന്നാൽ എവിടെ നിന്ന് കണ്ടുപിടിക്കാം? ഞാൻ ഒരുപാട് ശ്രമിച്ചു. രാജേട്ടൻ്റെ കുറേ നല്ല പടങ്ങൾക്ക് നടന്നില്ല. ബെന്നി തന്ന ഒരു ക്ലോസപ്പ് പടം മാത്രമേ എൻ്റെ ഉള്ളൂ. സിനിമാക്കാർ എത്ര ഉയരങ്ങളിൽ പോയാലും ഒരു നാൾ ചിലപ്പോൾ അവരുടെ പതനം ഭയങ്കര ദയനീയമായിരിക്കുമെന്ന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, അല്ലെങ്കിൽ സിനിമയിലെ രക്തസാക്ഷിയാണ് AR രാജൻ എന്ന് പറയാം. എൻ്റെ പ്രിയപ്പെട്ട രാജേട്ട, എവിടെ വെച്ച് കണ്ടാലും ശാന്തിവിളെ സുഖമാണോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന, ആ ഉണ്ട കണ്ണിട്ട് കറക്കി സംസാരിക്കുന്ന, അല്ലെങ്കിൽ തടിച്ച ചുണ്ട് വെച്ച് ചിരിക്കുന്നവണ്ണം കാണാൻ ആ രാജേട്ടൻ്റെ കഥ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു നല്ല ഫോട്ടോ പോലും രാജേട്ട നിങ്ങളുടേത് അവസാനിപ്പിക്കാതെ നിങ്ങൾ പൊക്കളഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ പോലും ഒരു ഫോട്ടോ തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും 2ാമത്തെ മകളും എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തെ അമ്മാനമാടി നശിപ്പിച്ചിട്ട് കുടുംബത്തിൻ്റെയും ഒരു കാര്യവും ചിന്തിക്കാതെ, അല്ലെങ്കിൽ സഹോദരിയൊക്കെ ചൂടാവണമെങ്കിൽ ഇദ്ദേഹം അവസാനം ബാധ്യതയായി കാണുന്നേ അവർക്കൊക്കെ. അങ്ങനെ കടന്നുപോയ രാജേട്ടൻ മലയാള സിനിമയ്ക്ക് ഒരു മാതൃകയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രാജേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹം കാണിച്ച കോടിക്കണക്കിന് രൂപ വാരി എറിഞ്ഞ് കളഞ്ഞിട്ടും അദ്ദേഹത്തെ തള്ളിപ്പറയാതെ കൊണ്ടു നടന്ന ഗുഡ് നൈറ്റ് മോഹൻ സാറിന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.